ഇവിടെ കെട്ടിയിട്ടുള്ള എല്ലാ സഹാക്കളും ഞങ്ങളെന്ന് നന്ദി. എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ഞാൻ കുറെ കാലങ്ങൾ മുന്നേ ഈ പാർട്ടിയിൽ കൂടെ നടന്നിട്ട് പാർട്ടി പ്രവർത്തക നടത്തിയതാണ്. അപ്പൊ അതേ കാരണം നമ്മളെ സർക്കാർ വരുമ്പോ എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നത് നന്ദിയുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കുന്ന പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് പിന്നെ അതുപോലെ ചുറ്റിയ നക്ഷത്രത്തിൽ എല്ലാവരും വോട്ട് ചെയ്യിച്ച് അവരെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവര് നമ്മളെ കൂടെ നിന്നിട്ട് ചെയ്തു തരുമെന്ന് എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതേപോലെ പണ്ട് കാലത്ത് നമുക്ക് പെൻഷനില്ല, അരിയില്ല, കഞ്ഞില്ല. ഇപ്പൊ ആരാ പട്ടിണി കിടക്കുന്നത്? ഇപ്പൊ എവിടെയെങ്കിലും ആരും പട്ടിണി കിടക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് തിന്നാൻ പറ്റുന്ന കാലങ്ങളായിപ്പോള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ ആ കാര്യങ്ങള് നമ്മൾ മാത്രം ചെയ്തിട്ടല്ല കിട്ടുന്നത്. നമ്മളെ ഇടതുപക്ഷ സർക്കാർ വരുന്ന സമയത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് അവര് ചെയ്ത് തരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലായിക്കോ പരിപാടിക്കല്ല അതൊക്കെ ചെയ്ത് പെൻഷൻ ഇപ്പൊ പറഞ്ഞതല്ലോ. പെൻഷൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ആ പെൻഷന് വേണ്ടിയിട്ടൊക്കെ കർഷകരുടെ തിരുവനന്തപുരത്തേക്ക് സമർപ്പിക്കാൻ പോയതാ. പണ്ട് 45 രൂപ കണ്ടനെ കൂടി കാണാതെ വാങ്ങി തരും. കാണാതെ വാങ്ങാൻ സമയത്ത് ഞങ്ങളെ കർഷകരുടെ നേതൃത്വത്തില് അന്നേരൊക്കെ ആ സഖാക്കന്മാർ ഇപ്പൊ ഇല്ല. ആ സഖാക്കന്മാരൊക്കെ ഇപ്പൊ വയസ്സായത് കൊണ്ട് വീട്ടിലിരിക്കുന്ന മരിക്കുന്നവര് മരിച്ചു. ഞങ്ങളെല്ലാരും കൂടി അവിടെ സമർപ്പിച്ച് പോയതാണ് സെക്രട്ടേറിയറ്റിലേക്ക്. കർണാടക സർക്കാർ ഭരിക്കുമ്പോ അതങ്ങനെ നമ്മളെ സർക്കാർ എന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ പെൻഷനും ഇപ്പൊ 2000 രൂപ ഓരോരോ വീട്ടിൽ കൊടുക്കുന്നത് കൊണ്ടും എന്തു ആശ്വാസം നമ്മളെ പോലത്തെ വയസ്സായവർക്ക് ഇപ്പൊ വയസ്സായവർക്ക് പണ്ടൊക്കെ വയസ്സായവർക്ക് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ഇപ്പോഴെന്താ കെട്ടിയ മരിച്ചു പോയവർക്കും കെട്ടിയ ഇട്ടിട്ട് പോയവർക്കും എല്ലാ ചെറുപ്പക്കാർക്കും പെൻഷൻ കൊടുക്കുന്നത്. അതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും നമ്മളെ അനുഭവിച്ചിട്ട് നിന്നിട്ടുള്ള സ്ഥാനാർത്ഥിമാരോട് എല്ലാരും വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എനിക്കിത് നിങ്ങളെ പോലെ ഇപ്പോൾ ഈ മക്കളൊക്കെ എഴുതാൻ വായിക്കാൻ പറയുന്നില്ല. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എഴുതാൻ വായിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എല്ലാരും പറയുന്നുണ്ട് നീയൊക്കെ പിന്നെ എത്ര കാലമായി പാർട്ടിക്ക് നടക്കുന്നത്, നീ എന്തിനാ പിന്നെ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് ഒരു സാധനം കണ്ടാൽ പോലെ. എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയില്ല. പിന്നെ ഞാനൊരു സാധനത്തിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ പഠിച്ച